പരിശുദ്ധ മാതാവിന്റെ പെരുന്നാൾ നാം ആചരിക്കുമ്പോഴും അമ്മയുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി നമ്മുടെ മുമ്പിൽ നിഴലിക്കുന്നതും അത് തന്നെയാണ്. പെരുന്നാളുകൾ ആഘോഷിക്കുകയല്ല, നേർമറിച്ച് ആചരിക്കുമ്പോഴും അവരുടെ ജീവിതമൊക്കെ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സ്പർശിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സഹോദരന്മാരുടെ കണ്ണുകൾ ചുവന്നു മാറ്റുമ്പോഴും കൈകാലുകൾ വെട്ടിമാറ്റുമ്പോഴും ഒക്കെ അവർ വേദനിച്ചില്ല. നേർമറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധി ശ്രേഷ്ഠമായി തീർന്നു എന്നുള്ളതാണ്. വിശുദ്ധ ദൈവമാതാവ് താഴ്മയുടെ വിനയത്തിന്റെ മകുടമാണെങ്കിലും അധികാരത്തിന്റെയും അവകാശത്തിന്റെയും രാജ്ഞി കൂടെയാണ്. ധൈര്യമായിട്ട് നമുക്ക് മാതാവിനോട് പറയാം, മാതാവേ, I am in danger. Come down. Help me. യുവനാഗരോകളുടെയും ശ്രേഷ്ഠന്മാരുടെയും സമൂഹം നിന്റെ വിശുദ്ധശരീരം സംസ്കരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ നിന്റെ നിര്യാണത്തിലും വായുമണ്ഡലം നിന്റെ ആരോഗ്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. ഇന്ന് ശവകുടീരത്തിലെ ഭൃത്യന്മാർ ഏറ്റവും സന്തോഷകരമായ സുവിശേഷം കൊണ്ട് സന്തോഷിക്കുന്നു. ദാവീദ് പ്രവാചകൻ യാക്കോബിന്റെ ദൈവത്തിന്റെ കൂടാരമായിരുന്ന നിന്നെ കണ്ടത് ആനന്ദിക്കുന്നു. അവൾ ഇളവിടാതെയുള്ള കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും നിന്റെ പരിശുദ്ധ ശരീരത്തെ പാപികളും ബലഹീനമായ ഞങ്ങളും നിന്റെ നിര്യാണത്തിന്റെ ഈ പെരുന്നാളിന്റെ ഭക്തിയോട് കൂടി കൊണ്ടാടുന്നു. സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ സകല പാപങ്ങളും അവർ പറയുന്ന സർവദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണം പറയുന്നവന് ഒരു നാളും മോചനമില്ല. എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. സർവചരാചര